വിനീത, ഏതാണ്ട് 6:52 സാവധാനത്തിൽ നീങ്ങിയ ഒരു വാഹനം ചുവന്ന സിഗ്നൽ നിർത്തിയിട്ടതിന് ശേഷം അവിടെ സ്ഫോടനമുണ്ടായി എന്നാണല്ലോ പോലീസ് കമ്മീഷണർ വിശദീകരിച്ചത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SK 6:52 ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ചുവന്ന സിഗ്നലിലേക്ക് ഒരു വാഹനം സാവധാനം നീങ്ങുന്നു. ആ സാവധാനം നീങ്ങിയ വാഹനത്തിലാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. ഈ സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ തന്നെ സമീപമുള്ള വാഹനങ്ങളിലേക്കും ആ തീ പടർന്നു പിടിക്കുകയും ആ വാഹനങ്ങൾക്കും പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നിലവിൽ 8 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സ്ഫോടനം ഉണ്ടായ സമീപത്താണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഒരു വാഹനത്തിന്റെ അവശിഷ്ടങ്ങളാണ്, ഒരു കാറിന്റെ ഡിക്കി ഭാഗമാണെന്നാണ് കരുതുന്നത്. ആ അവശിഷ്ടങ്ങൾ ഇങ്ങനെ ഈ മറുവശങ്ങളിലേക്ക്, ഏതാണ്ട് ഞാൻ നിൽക്കുന്ന ഈ ബാരിക്കേഡിന് മറുവശത്തേക്കാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ആ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ആ വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ ഏതാണ്ട് ആ ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മേഖലയിൽ ആകമാനം ഇത്തരത്തിലേക്കുള്ള രക്തക്കറകളുണ്ട്. ഒപ്പം തന്നെ മാംസാവശിഷ്ടങ്ങളൊക്കെ തന്നെ ഈ മേഖലകളിൽ കിടക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ നിലവിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള വിവിധ നഗരങ്ങളിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ പെട്രോൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. നഗരമേഖലകളിലേക്കടക്കം കൂടുതൽ പെട്രോളിംഗ് നടത്തുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുംബൈയിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഒക്കെ സമീപമുള്ള നഗരമേഖലകളിലും നഗരമേഖലകളിലും ഒക്കെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘം കൂടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവർ ആ സ്ഥിതിഗതികളൊക്കെ തന്നെ പരിശോധിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ഓരോ അന്വേഷണത്തിന്റെയും അന്വേഷണ സംഘത്തിന്റെ തലവന്മാരുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. NIA, NSDFSL, ഒപ്പം തന്നെ ഫോറൻസിക് വിഭാഗം, ക്രൈംബ്രാഞ്ച് എന്നിങ്ങനെ വിവിധ അന്വേഷണ ഏജൻസികൾ, അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.